പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫെറ്റ് നീന്തൽ പരിശീലന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ച മന്ത്രി എൻ ശംസുദ്ദീൻ. അക്വാഫെറ്റ് നീന്തൽ പരിശീലന പദ്ധതിയിലൂടെ ആദ്യഘട്ടത്തിൽ 14,000 വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. അതുകൊണ്ട് തന്നെ നീന്തൽ അറിയുക എന്നുള്ളത് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അപ്പൊ നീന്തൽ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, ഒരു ജീവൻ രക്ഷാ മാർഗം തന്നെയാണ്. അതോടൊപ്പം നന്നായി നീന്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആരോഗ്യപരമായ പരിരക്ഷ കൂടിയാണ്. ഏറ്റവും നല്ല എക്സസൈസുകളിൽ ഒന്നാണ് സ്വിമ്മിങ്. നന്നായി നീന്താൻ ഒരു 15 മിനിറ്റ് ദിവസവും നീന്തി കുളിക്കുന്ന ആളുകൾക്ക് സാധാരണഗതിയിൽ മറ്റ് നമ്മൾ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾ ഒന്നും വരാൻ ഇടയില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഒരു വിദ്യാലയത്തിൽ ഒരു നീന്തൽ കുളം എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തണം. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പദ്ധതി ഭാവിയിൽ ആരംഭിക്കേണ്ടി വരും. തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് കഴിയും. മാത്രമല്ല ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ വേണ്ടി സാധിക്കും. നേരത്തെ സംസാരിച്ച എല്ലാവരും സൂചിപ്പിച്ചു, ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. എനിക്ക് നീന്തൽ അറിയില്ലാത്ത ഒരാൾ കൂടിയാണ്. വെള്ളത്തിലിറങ്ങാതെ നീന്തൽ പഠിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബാക്കിയെല്ലാം നമുക്ക് തിയററ്റിക്കലൊക്കെ വായിക്കാൻ കഴിയും, പക്ഷെ ഇത് പ്രാക്ടിക്കലി തന്നെ പഠിക്കണം. യൂട്യൂബ് നോക്കി പഠിക്കാൻ കഴിയില്ല, കാണാനേ കഴിയും. ഓരോ ജില്ലയിലും 1000 കുട്ടികൾക്ക് പരിശീലനം ലഭ്യമാക്കും. സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന കുട്ടികൾക്ക് 5 കിലോമീറ്റർ പരിധിക്കുള്ളിലെ അനുയോജ്യമായ നീന്തൽ കുളങ്ങളിൽ പരിശീലനം നൽകുമെന്നും മന്ത്രി എൻ ശംസുദ്ദീൻ വ്യക്തമാക്കി.